ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഏറ്റവും പുതിയ പരിഷ്കാരമാണ് ഇനി മുതൽ അഭിമുഖ തീയതി മാറ്റാനുള്ള അപേക്ഷ പ്രൊഫൈലിലൂടെ നമുക്ക് നൽകാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയും നാളും ഉദ്യോഗാർത്ഥികൾ പോസ്റ്റൽ വഴി അയച്ചുകൊണ്ടിരുന്ന അപേക്ഷയാണ് നമ്മുടെ അഭിമുഖ തീയതി മാറ്റാനായിട്ട് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഒരു നമുക്ക് ഡിലേ വരുന്നില്ല. നമ്മുടെ പ്രൊഫൈലിൽ തന്നെ കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലവിലെ ഡോക്യുമെന്റ്സ് എന്താണോ റീസൺ എന്നുള്ളത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നിലവില് എന്ത് ചെയ്യാം, ഈ പറയുന്ന അഭിമുഖ തീയതി മാറ്റാൻ പറ്റുന്നതുമാണ്. ഓക്കെ, അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ PSC നിലവിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസും ഒക്കെ വരുമ്പോൾ അതിനെങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നത്. വീഡിയോ മൊത്തമായിട്ട് കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ഇതേപോലുള്ള എല്ലാ ന്യൂസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. എങ്ങനെയാണ് നിലവിൽ ഈ പറയുന്ന അഭിമുഖ തീയതി മാറ്റാനായിട്ട് പ്രൊഫൈലിലൂടെ സാധിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ പറയാം. അതായത് പ്രൊഫൈലിൽ റിക്വസ്റ്റ് എന്ന ടൈറ്റിൽ കാണുന്ന ഇന്റർവ്യൂ ഡേറ്റ് ചേഞ്ച് എന്ന ലിങ്കിലാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് പ്രൊഫൈൽ നമ്മൾ എടുക്കുക. പ്രൊഫൈൽ നമ്മൾ അറിയാലോ, കേരള PSC നമ്മുടെ തന്നെ പ്രൊഫൈൽ എടുക്കുക. അതിൻ്റെ അകത്ത് ടൈറ്റിലിൽ കാണുന്ന ഇന്റർവ്യൂ ഡേറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാം. ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ചാണ് നിലവിൽ ഈ സൗകര്യം നൽകിയിരിക്കുന്നത്. ഇനി മുതൽ അങ്ങനെ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ല. ഉദ്യോഗാർത്ഥികൾക്ക് സേവനങ്ങളെല്ലാം പ്രൊഫൈൽ വഴി സുരക്ഷിതമായി തന്നെ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിഷ്കാരം PSC നടപ്പാക്കിയത്. ഓക്കെ, അപ്പോൾ മറ്റൊന്നും ചെയ്യേണ്ട. നമ്മുടെ കേരള PSC നമ്മൾ ലോഗിൻ ചെയ്യുന്നത് തന്നെ പ്രൊഫൈലിൽ കയറുക. അതിൻ്റെ അകത്ത് റിക്വസ്റ്റ് എന്ന ടൈറ്റില് ഇന്റർവ്യൂ ഡേറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ലിങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്മുടെ അഭിമുഖ തീയതി മാറ്റാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി അഭിമുഖ തീയതിയിൽ മാറ്റം ആവശ്യമുള്ളവരുടെ അപേക്ഷ PSC സ്വീകരിക്കുക ഇനി പ്രൊഫൈലിലൂടെ മാത്രമാണ്. മാറ്റം അനുവദിക്കുന്ന പക്ഷം അക്കാര്യം പ്രൊഫൈൽ സന്ദേശത്തിലൂടെ ഉദ്യോഗാർത്ഥിയെ അറിയിക്കുകയും ചെയ്യും. അടിയന്തര സാഹചര്യത്തിൽ അർഹതയുള്ളവർക്ക് മാത്രമേ തീയതിയിൽ മാറ്റം അനുവദിക്കുകയുള്ളൂ. അർഹത നിർണയിക്കുന്നതിന് ആവശ്യമായ രേഖകൾ പ്രൊഫൈലിലൂടെ അപ്ലോഡ് ചെയ്യണം. ഇത് പരിശോധിച്ചാണ് കമ്മീഷൻ തീരുമാനമെടുക്കുന്നത്. അഭിമുഖത്തിന് നിശ്ചയിച്ച സമയക്രമത്തിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന അപേക്ഷകളെ സ്വീകരിക്കുകയുള്ളൂ. നിശ്ചയിച്ച അഭിമുഖ തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കുകയും വേണം. PSC പരീക്ഷയിലോ സംസ്ഥാന ദേശീയ തലത്തിലുള്ള മറ്റ് മത്സര പരീക്ഷകളിലോ സർവകലാശാല പരീക്ഷകളിലോ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അഭിമുഖ തീയതിയിൽ മാറ്റം ആവശ്യപ്പെടാനാവുക. അതായത് തീയതി മാറ്റാനുള്ള അവസരം മറ്റു പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം ഒന്ന് ഓർത്തു വയ്ക്കുക. ഇവർ സ്വന്തം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കണം. അതിനുള്ള സൗകര്യമാണ് PSCയുടെ സെർവറിൽ ഏർപ്പെടുത്തിയത്. ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. അപ്പോൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഒരു സൗകര്യം നമുക്ക് ലഭ്യമാണ്. അതായത് പ്രൊഫൈലിൽ കയറുക, റിക്വസ്റ്റ് എന്ന ടൈറ്റിൽ കാണുന്ന ഇന്റർവ്യൂ ഡേറ്റ് ചേഞ്ച് എന്ത് ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചുകൂടി ഇമെയിലൊക്കെ അയക്കുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് PSC പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു മാറ്റം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന പോലെ പരീക്ഷകളോ ബാക്കി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അപ്ഡേഷൻ ആണ്. എല്ലാവരും അത് എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. കാരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അത്രയ്ക്ക് അടിയന്തര ഘട്ടങ്ങളാണെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിനും എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അഭിമുഖ തീയതി മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ ASM സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ ബാച്ച് നമ്മൾ നിലവിൽ റണ്ണിംഗ് ആണ്. താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസിന്റെയും PDF നോട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.